ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. അങ്ങനെ ദേവയാനിക്ക് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം മനസ്സിലായി. അതിനുശേഷം കംപ്ലീറ്റ് അതായത് ശരിക്കും അറിയാതെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറിക്ക് നറുക്കിടുന്നത് മാതിരി നറുക്കിട്ടിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നറുക്കിടുന്നത്. അതിൽ ഒന്നാമത്തതിൽ എഴുതുകയാണ്, എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നത്. രണ്ടാമത്തെ കടലാസിൽ എഴുതുന്നത്, എൻ്റെ മരുമകൾ അല്ല എനിക്ക് കരൾ തന്നത്. വീണ്ടും ആ രണ്ട് ഞറുക്ക് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, രണ്ട് ഞറുക്ക് പോരാ, രണ്ടെണ്ണം കൂടി എഴുതാം. എൻ്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ് ഉള്ളത്. ആ സ്നേഹ സമ്മാനമാണ് അവൾ എനിക്ക് ദാനം തന്നത്. അടുത്തത് നാലാമത്തതിൽ എഴുതുകയാണ്, എൻ്റെ മരുമകൾക്ക് എന്നോട് വെറുപ്പാണ്. അതുകൊണ്ട് അവളല്ല എനിക്ക് കരൾ ദാനം തന്നത്. 4 നറുക്കും എഴുതി മടക്കിയതിന് ശേഷം ദേവയാനി ഭഗവാന്റെ സന്നിധിയിൽ പോവുകയാണ്. അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദേവയാനി ആ നറുക്കൊന്ന് കുലിക്കതിന് ശേഷം അവിടെ വെച്ചിട്ട് പറയാണ്, എൻ്റെ കുലദേവതകളെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, സത്യം സത്യമായിട്ട് തന്നെ കാണിച്ചു തരണേ എന്ന് പറയാണ്. ഏതാണ്ട് ഏകദേശം എല്ലാം മനസ്സിലാക്കിയവളാണ് ഞാൻ. ഭഗവാൻ കൂടി എൻ്റെ ബാക്കി സംശയങ്ങൾ മാറ്റിത്തരണം. എന്നിട്ട് അതിനുശേഷം അതിൽ കൈയിട്ടിട്ട് ഒരു നറുക്ക് എടുക്കുകയാണ്. നറുക്കെടുത്ത് ദേവയാനി വായിച്ചു നോക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ്. ആ സ്നേഹ സമ്മാനമാണ് എനിക്ക് അവൾ ദാനം തന്നത്. അത് വായിച്ചപ്പോൾ ദേവയാനിയോട് കരഞ്ഞുപോയി. കുറച്ചുകൂടി വ്യക്തത വന്നു കഴിഞ്ഞു. ഇനി അത് 100% ഉറപ്പിക്കണം. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് കരൾ പകുത്തു തന്നത് അവളായിരുന്നോ, എൻ്റെ മരുമകളായിരുന്നോ? ഇനി അധികമൊന്നും അറിയാനില്ല. എങ്കിലും ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇന്നത്തോടെ സത്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംശയം ശരിയായി വന്നാൽ ഞാൻ വീണ്ടും ഇവിടേക്ക് വരും. ഭഗവാന്റെ മുന്നിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറയാൻ, ഏത്തയിടാൻ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുമേനി അങ്ങോട്ട് വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഒറ്റയ്ക്ക്? ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല തിരുമേനി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വന്നൂടെ? തിരുമേനി ചോദിക്കുകയാണ്, നല്ല വിഷമങ്ങളുണ്ടല്ലോ മുഖത്ത്, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് മൂർത്തി സാറ് പറയാറുണ്ട്. അതുകൊണ്ട് കൊച്ചുമക്കളുടെയൊക്കെ പേരിൽ പൂജകളും നടത്താറുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ തിരുമേനി പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പേരിലും നയനയുടെ പേരിലും മൃത്യുഞ്ജയ ഹോമം അങ്ങനെയൊക്കെ നടത്തിയിരുന്നുവെന്ന്. വീണ്ടും അതേ പൂജകൾ അച്ഛനും അമ്മയും നടത്തിയിരുന്നോ? തിരുമേനി പറയാം, മൃത്യുഞ്ജയ ഹോമം അങ്ങനെ എപ്പോഴും നടത്താറില്ല. അത് പിന്നെ തിരിച്ചടി ഉണ്ടാക്കും. മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് മാസത്തിലുള്ള പക്കനാൾ തോറും ദേവയാനിയുടെയും നയനയുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്താൻ സാറ് പറഞ്ഞിരുന്നു. ആ കൊച്ച് ഒരു പാപം കൊച്ച. അതിൻ്റെ ഗൃഹനില നോക്കിയ പുരോഹിതൻ അനന്തപുരിയിലെ കെടാവിളക്കാണ് അതെന്നാ പറഞ്ഞത്. ഇപ്പോൾ അവരുടെയൊക്കെ വിഷമം അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള അകൽച്ചയാണ്. മരുമകളുടെ ഗൃഹസ്ഥിതിയൊക്കെ നല്ലതായതുകൊണ്ട് മരുമകളുമായിട്ട് യോജിച്ചു പോകുന്നതാണ് നല്ലത്. എല്ലാം കഴിഞ്ഞ് ദേവയാനി ഇറങ്ങാൻ പോകുമ്പോഴാണ് കനകയും നയനയും അതുവഴി ഓട്ടോയിൽ വന്നിറങ്ങിയത്. അവർ രണ്ടുപേരും ഓട്ടോ ഇറങ്ങി നടന്നു വരുമ്പോൾ കാണുന്നത് ദേവയാനിയാണ്. ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആരെ പറ്റിയാണോ ചിന്തിച്ചത് അവളിതാ മുമ്പിൽ. ഇവിടെയും ഭഗവാൻ അവളെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതുപോലെയുണ്ട്. എങ്കിലും സത്യങ്ങൾ തെളിയുന്നത് വരെ ഞാൻ പഴയപടി തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. കനക നയനയോട് പറയാണ്, നമ്മളിവിടേക്ക് വരുമ്പോഴൊക്കെ ആദർശമോൻ്റെ അമ്മയെ കാണുകയാണല്ലോ. അത് ഞാൻ അമ്മയെ ഇപ്പോൾ ഒരുപാട് മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതായിരിക്കും നമ്മൾ അമ്മയുടെ മുന്നിൽ തന്നെ വന്ന് പെടുന്നത് നയന പറയാം. ദേവയാനി നയനയെയും അമ്മയെയും കണ്ട് കാണാത്ത പാപത്തിൽ നടക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, അമ്മേ, ആൾക്കാരുടെ മുമ്പിൽ വെച്ചെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പരസ്പരം സംസാരിച്ചൂടെ? ഇന്നിവിടെ കാഴ്ചക്കാർ ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ ബോധിപ്പിക്കാൻ. അപ്പോൾ തന്നെ കനക പറയാണ്, ആദർശമോൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം തന്നെ കാണാനും പറ്റി. ഉടൻ ദേവയാനി പറയാണ്, ഞാൻ പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടല്ല വന്നത്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങളെ കാണുന്നത് എന്നെനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത്രയ്ക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മോള് അമ്മയെ കാണാൻ. നയന ചോദിക്കുകയാണ്, അമ്മയ്ക്ക് സുഖമല്ലേ? അപ്പോൾ ദേവയാനി, സുഖമല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് വരുമോ? പുറത്തേക്കിറങ്ങി ഇങ്ങനെയൊക്കെ നടക്കുമോ? അത്രയും പറഞ്ഞ് ദേവയാനി പോയി. കുറച്ച് ദൂരം നടന്നിട്ട് ദേവയാനി അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ് നയനെ നോക്കുമ്പോഴും ദേവയാനി നോക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കനക പറയാണ്,
മോളെ വിഷമിക്കണ്ട. മോളുടെ അമ്മായിയമ്മയുടെ മനസ്സ് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മോള് വാ. ദേവയാനി പിന്നെ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് ഒരു സിസ്റ്ററെ പിടിച്ചിട്ട് പറയാണ്, സുരഭിയെ എനിക്ക് നേരത്തെ അറിയാം. ഈ ഹോസ്പിറ്റലിൽ നിനക്ക് ജോലി വാങ്ങിത്തന്നത് എൻ്റെ റെക്കമെൻഡേഷനിലാണ്. അറിയാലോ? അറിയാം മാഡം. അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. നിനക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് നിനക്ക് ഞാനൊരു വലിയ തുക തന്നെ ഓഫർ ചെയ്തത്. അതിന് പകരമായിട്ട് നീ എനിക്ക് ചെയ്തു തരേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രം. അത് ദൈവത്തിൻ്റെ മുന്നിൽ ഒരിക്കലും ഒരു തെറ്റല്ല. മാഡം, മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം മറികടന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടും. ഒരിക്കലും നീ അത് എന്നോട് പറഞ്ഞെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. എനിക്കറിയണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ സഹായിച്ച ആ പെൺകുട്ടി ആരാണെന്ന്. ഏകദേശം ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എൻ്റെ ഭർത്താവും എൻ്റെ മകനും ഒക്കെ എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താതെ ഇരുന്നത് അവരുടെ ആ സംസാരം. അപ്പോൾ എനിക്ക് അതൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. അതിനു വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. ഡോക്ടർ പോലും സത്യം പറയുന്നില്ല. അപ്പോൾ പിന്നെ നേഴ്സായ ഞാൻ സത്യം പറയുന്നത് ശരിയാണോ അമ്മേ? ഒരിക്കലും ഒരു വലിയ തെറ്റല്ല സുരഭി ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നീ നിൻ്റെ കയ്യിൽ വെച്ചോ. 50,000 രൂപയുണ്ട്. ബാക്കി ഞാൻ അക്കൗണ്ടിൽ ഇട്ടുതരാം. ദയവ് ചെയ്ത് ആ സത്യം നീ എന്നോട് പറയണം. ഇല്ല മാഡം, എനിക്കത് പറയാൻ പറ്റില്ല. സുരഭി ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ദേവയാനി പിന്നിൽ നിന്നും പറയാണ്, എനിക്ക് രക്തം തന്നതും എനിക്ക് കരൾ തന്ന് സഹായിച്ചതും അവൾ അല്ലേ, എൻ്റെ മരുമകൾ? രവിവിനെ ഷോക്കടിച്ചതുപോലെയായി. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. ദേവയാനി ചോദിക്കുകയാണ്, എന്താ നീ ഒന്നും പറയാത്തത്? എൻ്റെ മുഖം പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ. അല്ലേ, എൻ്റെ മരുമകളല്ലേ ഒരു മഹാദാനത്തിലൂടെ എൻ്റെ ജീവൻ രക്ഷിച്ചത്? അതെ, നയന തന്നെയാണ് എനിക്ക് കരളദാനം തന്നത്. മരുമകൾ തന്നെ അമ്മായിയമ്മയുടെ ജീവൻ നിലനിർത്തിയത്. അല്ലേ, അതല്ലേ സത്യം? സുരഭി പറയാണ്, ഇത്രയും മേഡം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ കുട്ടിയാ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. ദേവയാനുവിനെ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, നിന്റെ നാവിൽ നിന്ന് തന്നെ സത്യം അറിയാനാണ് ഞാൻ വന്നത്. പക്ഷേ അത് നീ എന്നോട് പറഞ്ഞില്ല. എങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞ തുക ഞാൻ തന്നിരിക്കും. ആ പിടിക്ക്. ദേവയാനി ചെക്ക് അവളുടെ കൈ കൊടുക്കുകയാണ്. എനിക്ക് വേണ്ട മേഡം, ഇത് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയാ. എൻ്റെ ഭർത്താവും മകനും എന്ന് വേണ്ട പലരും എന്നെ പറ്റിച്ചു. അവരാരും ഇനി അറിയരുത് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയെന്ന്. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനിതറിഞ്ഞൂന്ന് നിൻ്റെ നാവിന്ന് വേറെ ആരും ഇത് അറിയാൻ പാടില്ല. അതിനായി എന്നാ പിടിക്ക് എന്ന് പറഞ്ഞ് ദേവയാനി ചെക്ക് അവളുടെ കൈ കൊടുക്കുകയാണ്. എൻ്റെ മരുമകളുടെ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മുമ്പിൽ ഞാൻ തീർത്തും പരാജയപ്പെട്ടു. ഈ മത്സരത്തിൽ ഞാനാ തോറ്റത്. ആ തോൽവി ഇനി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. അവൾക്ക് മുകളിലല്ല ഞാൻ, ഇന്ന് ഒരുപാട് താഴെയാ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ആരും ഇതറിയണ്ട, നമ്മൾ രണ്ടുപേരും അല്ലാതെ. വീണ്ടും ദേവയാനി ചിന്തിക്കുകയാണ്, എനിക്കിനി എൻ്റെ ഭഗവാനെ കാണണം. ഭഗവാന്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഏത്തിടണം. ദേവയാനി പിന്നെ കാറിൽ വന്ന് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാണ്. ദേവയാനി അവിടെ വന്ന് വീണ്ടും പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു. തിരുമേനി വന്ന് പറയാണ്, ഇതെന്താ വീണ്ടും വന്നോ? എന്തു പറ്റി? നടയടക്കാറായി. ഇതിനു മുമ്പ് ഭഗവാനെ ഒന്ന് കാണണമെന്ന് തോന്നി. ദേവയാനിക്കറിയാലോ, മനസ്സുരുക്കിക്കൊണ്ട് ഭഗവാനെ വിളിച്ചാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരും. ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എത്ര വലിയ സങ്കടങ്ങൾ വരുമ്പോഴും അതുകൊണ്ടാണ് മൂർത്തി സാറ് ഇവിടെ അഭയം പ്രാപിക്കുന്നത്. കുടുംബക്ഷേത്രത്തിൽ അമ്മയെപ്പോലൊരു ദേവിയുള്ളപ്പോൾ ലോകത്തുള്ള അമ്പലങ്ങളിലെല്ലാം കറങ്ങി നടക്കും ചിലർ. കുടുംബദേവതയെ മറന്നുകൊണ്ട്, കുടുംബത്തെ നിലനിർത്തുന്ന ദേവതയെയും മറന്നുകൊണ്ട് മറ്റെവിടെ പോയാലും ഏത് മഹാക്ഷേത്രത്തിൽ പോയാലും ആ ദേവതകൾ പ്രസാദിക്കില്ല. കുടുംബദേവതയ്ക്ക് മുന്നിലല്ല മറ്റുള്ള ദൈവങ്ങൾ. അതറിയാൻ തിരുമേനി. പിന്നെ അവർ വന്നായിരുന്നല്ലോ, നയനയും അവളുടെ അമ്മയും. വന്നിരുന്നു. ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴാണ് അവർ വന്നത്. എന്നിട്ട് ഉടനെ പോയിരുന്നോ? അയ്യോ ഇല്ല, കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ടാ പോയത്. ആ കൊച്ചിന് നല്ല വിഷമമുണ്ട്. കാരണം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞുമില്ല. എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാലോ. അവളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിക്കണം. പക്ഷെ അങ്ങനെ ചെയ്താൽ എല്ലാവരും അറിയല്ലോ. എന്താ ആലോചിക്കുന്നേ? അവരെന്തെങ്കിലും വഴിപാട് നടത്തിയിരുന്നോ? നടത്തി. കുങ്കുമാർച്ചന നടത്തി. അതും ആ കുട്ടിയുടെ പേരിലല്ല, അതിൻ്റെ അമ്മായിയമ്മയുടെ പേരിൽ, അതായത് ദേവയാനിയുടെ പേരിൽ.
ദേവയാനി ഷോക്കടിച്ചതുപോലെയായി. അപ്പോൾ തിരുമേനി വീണ്ടും പറയാണ്, അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരുമ്പോഴൊക്കെ മോള് ദേവയാനിയുടെ പേരിൽ വഴിപാടുകൾ നടത്താറുണ്ട്. പിന്നെ വലിയൊരു അസുഖം പിടിപെട്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മയും കുട്ടിയും ഇവിടെ വന്നാൽ എപ്പോഴും ആദ്യം കുട്ടി ഇവിടെ വന്നാൽ വഴിപാടിന് പറയുന്നത് ഇവിടുത്തെ പേര് തന്നെയാണ്. ദേവയാനിയെ കാണിച്ച് പറയാണ്. ശരി തിരുമേനി, മരുമകൾക്ക് അമ്മായി അമ്മ എന്ന് കേട്ടാൽ ജീവനാ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന്. പിന്നെ ആദർശും അച്ഛനും സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് അച്ഛൻ പറയാണ്, സഹായിച്ച പെൺകുട്ടിയെ കണ്ടെത്തിയേ ഞാൻ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ദേവയാനി. ഇനി അതിലേക്ക് ദേവയാനി എത്തിച്ചേരുമോ എന്ന് പറയാൻ പറ്റില്ല. കേട്ട് മുത്തശ്ശി പറയാണ്, ഇനി ഇപ്പോൾ അറിയുന്നെങ്കിൽ അറിയട്ടടാ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുക. ആദർശാകെ വിഷമത്തിലാണ്. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പോഴാണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ദേവയാനി വന്നപ്പോൾ ആദർശും അച്ഛന് പറയാണ്, ദേവയാനി എവിടെയാണ് നീ ഇങ്ങനെ ഞങ്ങളോടൊന്നും പറയാതെ ചുറ്റിത്തിരിയുന്നത്? എൻ്റെ മോനിപ്പോൾ ഉറക്കമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. അതിന് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവന് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമ്മളെ മരുമകൾ ഇവിടേക്ക് വരണം. നയനമോളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവന് ഓഫീസ് കാര്യങ്ങൾ പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ദേവയാനി അപ്പോൾ പറയാണ്, എന്നാൽ പിന്നെ നിനക്ക് പോയി നയനയെ വിളിച്ചുകൊണ്ട് വന്നൂടെ? മുത്തശ്ശി പറയാ, അതെങ്ങനെ പറയും? അമ്മയമ്മ പറയാതെ മരുമകൾ വരില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്തിനാ വരുന്നേ? വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് നേരം നോക്കിയാലും ആ കൊച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. കുറ്റപ്പെടുത്താനും ശാസിക്കാനും ഒക്കെയല്ലേ നിനക്ക് നേരെയുള്ളൂ. നിനക്ക് അവളെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാതായല്ലോ. അപ്പോൾ അജയൻ പറയാണ്, എന്താ സംശയം? മിക്ക പെൺകുട്ടികളും വഴക്കും അടിയുമൊക്കെ ആയിട്ട് വിട്ട് പിരിയുന്ന ഇന്നത്തെ കാലത്ത് സ്വന്തം ഭാര്യയെ കാണാത്തത് കൊണ്ട് ഇവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാം. അങ്ങനെ നിയന്ത്രിക്കാൻ പോലും അവന് കഴിയുന്നില്ല. അമ്മയ്ക്കൊപ്പം തന്നെ ഇവൻ്റെ ഭാര്യയെയും ഇപ്പം സ്നേഹിക്കുന്നുണ്ട്. അപ്പം തന്നെ ആദർശ് തിരുത്തുകയാണ്, അമ്മയ്ക്ക് ഒപ്പമൊന്നുമില്ല അച്ഛാ, അമ്മ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റാരുള്ളൂ. അപ്പോൾ മുത്തശ്ശി എണീറ്റ് പറയാണ്, എന്തിനാ മോനെ സത്യം മറച്ചു വെക്കുന്നേ? നിനക്കിപ്പോൾ നയനയുടെ ശബ്ദം കുറച്ചു നേരം കേൾക്കാതിരുന്നാൽ പോലും വിഷമമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ദേവയാനി പറയാണ്, അപ്പോൾ അത് തിരിച്ചറിയാതെ പോയത് എനിക്കാണല്ലേ? അമ്പലത്തിൽ പോയിട്ട് വന്നതല്ലേ, നമ്മുടെ മോൻ്റെ മനസ്സ് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. ഇവൻ്റെ സങ്കടം തീർക്കാൻ നയനമോൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുപോലെ തന്നെ സുഖമില്ലാത്ത അച്ഛനും നയനമോളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ്, ജേട്ടനും അമ്മയോ? മുത്തശ്ശി പറയാ, എന്താ സംശയം? ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നയനമോളുടെ കുറവ് അതേപടി നിലനിൽക്കുക. അതിനി മറ്റാരും പകരാവില്ല. ദേവയാനി അവിടെ നിന്ന് മെല്ലെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? ഞാനെന്ത് പറയാനാ? അമ്മയുടെ വിഷമം മനസ്സിലാക്കിയിട്ട് ആദർശ് പറയാണ്, ഇനി അമ്മയ്ക്കൊപ്പമാണ് നയന എന്ന് പറഞ്ഞതുകൊണ്ട് അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. ദേവയാനി അകത്ത് പോയിരുന്ന് സങ്കടപ്പെട്ട് കരയാണ്. അതായത് പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. ഇവിടെ വരുമ്പോഴൊക്കെ അമ്മയ്ക്ക് വേണ്ടിയാണ് മരുമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വഴിപാടുകളും ഒക്കെ ചെയ്തത്. ദേവയാനിക്ക് നയനയെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തോടെ ഇരുന്ന് കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.